ഇന്ന് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചവ്വരി കൊണ്ടുള്ളൊരു വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടു. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 90% ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാണ്ട് കട്ടിയുള്ള തരികളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ ഒരു 90% അതുപോലെയൊക്കെ ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് നനച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ 2 ഉരുളക്കിഴങ്ങ് പച്ചക്കാണ് എടുത്തേക്കുന്നത്. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നല്ലൊരു ഉള്ള പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി അരച്ച് ഫൈനാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ചിറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തൊലിയില്ലാത്ത കപ്പലിൽ നന്നായി പൊടിച്ചെടുത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സൈസ് സവാള നല്ല പൊടി അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് ചവ്വരിയിലേക്ക് ഒഴിക്കാനും 1/4 കപ്പ് മിക്സി ജാറ് ചിറ്റിച്ചൊഴിച്ച് അങ്ങനെ ആകെ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കുഴച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ നമുക്ക് ഉരുട്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിലിൻ്റെ ഫ്ലെയിം മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഓയിൽ ചൂടാക്കി എടുക്കണമെങ്കിൽ. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് കൊടുക്കാം. ഈ വടകളെല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ വടകളെല്ലാം ഒന്ന് വെന്ത് പൊന്തി വരും. ഓയിലിൻ്റെ മുകളിലേക്കായിട്ട് പൊന്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പുറം ഭാഗം ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കണ്ട ഇതുപോലെ പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സബുദാന വട റെഡി ആയിട്ടുണ്ട്.